എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. FCAL ഒരു ഷെയർഡ് ലൂപ്പാണ് അല്ലേ. എങ്ങനെയാണ് ചെയ്യുന്നത്? ടോക്കൺസ് പാസ് ചെയ്യുന്ന പോലെ ഇവിടെ ആർബിട്രേറ്റ് ഫ്രെയിം ആണ് പാസ് ചെയ്യുക അല്ലേ. ഇനീഷ്യേറ്റർ ആർബിട്രേറ്റ് ഫ്രെയിം പാസ് ചെയ്യും. പ്രയോറിറ്റി അനുസരിച്ചിട്ട് എന്ത് കിട്ടും? Initiator will gain the control of the loop. After gaining the control of loop, it can start transmission to its target node. ആണോ? ഓക്കെ. അപ്പം ഓക്കെ, അത് FCAL ഫൈബർ ചാനൽ ആർബിട്രേറ്റഡ് ലൂപ്പിൻ്റെ കാര്യം. FCSW അല്ലെങ്കിൽ ഫാബ്രിക് കണക്റ്റിൻ്റെ കാര്യം എങ്ങനെയാണ്? ഓൾവേസ് വിൽ ഹാവ് എ ഡെഡിക്കേറ്റഡ് പാർട്ട് ടു കമ്മ്യൂണിക്കേറ്റ് ബിറ്റ്വീൻ നോഡ്സ് അല്ലേ. ഫസ്റ്റ് ജസ്റ്റ് ഈ നോഡ്സ് ആരൊക്കെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, they have to log in, then they can start communication with a dedicated channel. ആണോ? അതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, റെസ്പോണ്ട് ചെയ്യൂ. ഹലോ എടാ, അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. പിന്നെ അതിനുശേഷം നമ്മൾ FC ആർക്കിടെക്ചർ ചെറുതായിട്ടൊന്ന് പറഞ്ഞു അല്ലേ. FC ആർക്കിടെക്ചറിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് ഫൈബർ ചാനൽ പ്രോട്ടോകോൾ സ്റ്റാക്ക്. ഇറ്റ്സ് എ ലെയേർഡ് ആർക്കിടെക്ചർ. 5 ലെയേഴ്സ് ആണുള്ളത് അല്ലേ. എന്തൊക്കെയായിരുന്നു? FC0, FC1, FC2, FC4 ആൻഡ് ആപ്ലിക്കേഷൻ. FC3 ഇല്ല, ഇറ്റ് ഈസ് നോട്ട് ഇംപ്ലിമെൻറ്റഡ്. ഓക്കെ, സോ ആ കാര്യങ്ങൾ പറഞ്ഞു. ദെൻ ഫൈബർ ചാനൽ അഡ്രസ്സിങ്ങും പറഞ്ഞു. ഫസ്റ്റ് ഡൊമൈൻ ID, വിച്ച് ഈസ് ദ സ്വിച്ചിൻ്റെ ഡൊമൈൻ ID. ദെൻ ഏരിയ ID, it denotes group of ports. Then port ID, a port within that group. Okay. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് പറയാനുള്ളത് വേൾഡ് വൈഡ് നെയിംസ്, WWN. ഓക്കെ, സോ ഒരു 64-bit യൂണിക് ഐഡൻറ്റിഫയർ ആണ് ഫോർ ഈച്ച് ഡിവൈസസ് ഇൻ ദ FC എൻവയോൺമെൻറ്റ്. ഓക്കെ, each device in the FC environment is assigned a 64-bit unique identifier called the worldwide name. നമുക്കത് രണ്ട് ടൈപ്സ് ഉണ്ട്. വേൾഡ് വൈഡ് നോഡ് നെയിം ആൻഡ് വേൾഡ് വൈഡ് പോർട്ട് നെയിം. ഓക്കെ, സോ സാധാരണ FC അഡ്രസ്സസ് ഒക്കെ ഡൈനാമിക്കലി ആണ് അതിനെ അസൈൻ ചെയ്യുന്നത്. ബട്ട് ഹിയർ WWN, ദിസ് വേൾഡ് വൈഡ് നെയിംസ്, ഈസ് എ സ്റ്റാറ്റിക് നെയിം ഫോർ ഈച്ച് ഡിവൈസ് ഓൺ ദി FC നെറ്റ്വർക്ക്, സിമിലർ ടു അവർ MAC അഡ്രസ് ഇൻ IP നെറ്റ്വർക്കിംഗ്. ഓക്കെ, world wide name, 64-bit unique identifier for each device in the FC environment, and it is static. It is of two types, WWN, worldwide node name, worldwide port name. Okay, സോ ഒന്നല്ലെങ്കിൽ ഇത് ഹാർഡ്വെയറിലായിരിക്കും അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൽ അസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പം ഇവിടെ കാണിച്ചേക്കുന്നത് സ്റ്റോറേജ് ഡിവൈസിനും അതുപോലെ തന്നെ HBA ഇത് രണ്ടിനും യൂസ് ചെയ്യുന്ന കോൺഫിഗറേഷൻ WWN കോൺഫിഗറേഷൻ ആണ്. മീൻസ് WWN ഫോർ സ്റ്റോറേജ് അറേ ആൻഡ് HBA ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് സ്റ്റോറേജ് ഡിവൈസിന് വേണ്ടിയിട്ടുള്ളത്, നെക്സ്റ്റ് HBAക്ക് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, സോ വേൾഡ് വൈഡ് നെയിമിനെ കുറിച്ചിട്ട് അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല, ബട്ട് ഇത് അറിഞ്ഞിരിക്കാം. സ്റ്റാറ്റിക് ആണ്, സിമിലർ ടു MAC അഡ്രസ് ഇൻ അവർ IP നെറ്റ്വർക്കിംഗ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? റെസ്പോണ്ട് ചെയ്തേ. ഓരോരുത്തർ വിളിച്ച് ചോദിക്കണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് FC ഫ്രെയിം.
ഓക്കെ, കുറച്ച് ശ്രദ്ധിച്ചിരിക്കണം. എഫ് സി ഫ്രെയിം ഓക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഓക്കെ, എഫ് സി ഫ്രെയിം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫൈവ് parts. Okay, start of frame, frame header, data field, CRC നമ്മുടെ cyclic redundancy check and end of frame. ഓക്കെ, അതിൽ ഫ്രെയിം ഹെഡറിൽ വീണ്ടും ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് ഫുള്ളായിട്ട് പഠിച്ചു വെക്കുക ഈ ഫ്രെയിംസ്. ഓക്കെ, 5 പാർട്ടുണ്ട്. അതിൽ ഫ്രെയിം ഹെഡർ വീണ്ടും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. RCTL, ഡെസ്റ്റിനേഷൻ ഐ ഡി, CSCTL, സോഴ്സ് ഐ ഡി, ടൈപ്പ് FCTL, സീക്വൻസ് ഐ ഡി, DFCTL, സീക്വൻസ് കൗണ്ട്, originating exchange ID, reverse exchange ID, offset. Okay, റെസ്പോണ്ടർ എക്സ്ചേഞ്ച് ഐ ഡി, ഓഫ്സെറ്റ്. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് വിശദമായിട്ട് നമ്മൾ പറയും. ഫസ്റ്റ് ഈ 5 പാർട്സ് നോക്കാം. ഓക്കെ, SOF ആൻഡ് EOF, സ്റ്റാർട്ട് ഓഫ് ഫ്രെയിം ആൻഡ് എൻഡ് ഓഫ് ഫ്രെയിം, ഡീലിമിറ്റേഴ്സ് ഓഫ് എ ഫ്രെയിം. അല്ലേ, ആണോ? അറിയാവുന്ന കാര്യമല്ലേ SOF ആൻഡ് EOF? അറിയില്ലടാ, റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, അപ്പം സ്റ്റാർട്ട് ഓഫ് ഫ്രെയിമിൻ്റെ ചെറിയൊരു ഇതും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ഫ്ലാഗ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് വെദർ ദ ഫ്രെയിം ഈസ് ദ ഫസ്റ്റ് ഫ്രെയിം ഇൻ എ സീക്വൻസ് ഓഫ് ഫ്രെയിംസ്. ഓക്കെ, അറിയാവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, ദെൻ ഫ്രെയിം ഹെഡർ. ഫ്രെയിം ഹെഡർ 24 bytes ലോങ് ഉള്ളതാണ്. ഓക്കെ, ഇറ്റ് ഈസ് അഗൈൻ it includes the following information: source ID, destination ID, sequence ID, sequence count, originating exchange ID, responder exchange ID, in addition to some control fields. Okay, destination ID, source ID, sequence count, originating exchange ID, responder ID. Okay, ബാക്കിയുള്ള ഈ കാര്യങ്ങൾ നമ്മൾ കാണും. ഓക്കെ, അപ്പോൾ ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഡെസ്റ്റിനേഷൻ ഐ ഡി, സോഴ്സ് ഐ ഡി കാര്യങ്ങളൊന്നും. ഹലോ, റെസ്പോണ്ട് ചെയ്തേ, അറിയുന്നതല്ലേ? ഓക്കെ, ബാക്കിയുള്ള കാര്യത്തിലേക്ക് നോക്കാം. റൂട്ടിംഗ് കൺട്രോൾ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഈ ഇവിടെ കണ്ടിട്ടുള്ള ഈ ഫസ്റ്റ് സാധനം റൂട്ടിംഗ് കൺട്രോൾ. ഓക്കെ, ഡിനോട്ട് ചെയ്യുന്നത് വെദർ ദ ഫ്രെയിം ഹാസ് ഡാറ്റ ഫ്രെയിം ആണോ അതിൻ്റെ ലിങ്ക് ഫ്രെയിം ആണോ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദിസ് ഫീൽഡ് ഡിനോട്ട്സ് വെദർ ദ ഫ്രെയിം ഈസ് എ ലിങ്ക് കൺട്രോൾ ഫ്രെയിം ഓർ എ ഡാറ്റ ഫ്രെയിം. ഓക്കെ, സോ ഈ ലിങ്ക് കൺട്രോൾ ഫ്രെയിം ആൻഡ് ഡാറ്റ ഫ്രെയിം ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്? ലിങ്ക് കൺട്രോൾ ഫ്രെയിം ആർ നോൺ ഡാറ്റ ഫ്രെയിംസ് ദാറ്റ് ഡു നോട്ട് ക്യാരി എനി payload. These frames are used for setup and messaging. Okay, data frame എന്ന് പറയുന്ന സമയത്ത് എന്തായിരിക്കും? It carry payload and are used for data transmission. ഓക്കെ ആണോ? റൂട്ടിംഗ് കൺട്രോൾ RCTL എന്ന് പറയുന്നത് നമ്മുടെ ഫ്രെയിം ഡാറ്റ ഫ്രെയിം ആണോ ലിങ്ക് ഫ്രെയിം ആണോ എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ അല്ലേ? ഹലോ, ഓക്കെ. ഇനി നെക്സ്റ്റ് ക്ലാസ് സ്പെസിഫിക് കൺട്രോൾ, CS കൺട്രോൾ. ഓക്കെ, ക്ലാസ് സ്പെസിഫിക് കൺട്രോൾ ഇവിടെ റൂട്ടിംഗ് കൺട്രോളിൽ താഴെ വന്നിട്ടുള്ളതാണ് ക്ലാസ് സ്പെസിഫിക് കൺട്രോൾ. അതായത് FC ആർക്കിടെക്ചറിലാണെങ്കിലും ഏത് ക്ലാസ്സാണ് എന്നുള്ളത് ഉണ്ട്. ഓക്കെ, ക്ലാസ് 1, ക്ലാസ് 2 അങ്ങനെ കുറച്ച് ക്ലാസ്സസ് ഉണ്ട്. ഓക്കെ, ഈ ഫീൽഡ് പറയുന്നത് സ്പീഡ് ഫോർ. This field specifies link speeds for class 1 and class 4 data transmission. Okay, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ആണ്. ഓക്കെ, ഇവിടെ ക്ലാസ് 3 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ടെക്സ്റ്റിൽ. ഓക്കെ, ഇങ്ങനെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഉണ്ട് നമ്മുടെ FC സ്റ്റാൻഡേർഡ്. ഓക്കെ,
അപ്പോൾ ഓരോ ആപ്ലിക്കേഷൻ്റെ റിക്വയർമെൻറ്റ്സ് വെച്ചിട്ട് ഇതിലേതെങ്കിലും ഒരു ക്ലാസ് ആയിരിക്കും എടുക്കുക. ഓക്കെ, അപ്പോൾ ഓരോ ക്ലാസ്സിനുള്ള ടൈപ്പ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൽ നമ്മുടെ ഈ ഫ്രെയിമിൽ ഈ CSCTL ക്ലാസ് സ്പെസിഫിക് കൺട്രോൾ പറയുന്നത് എന്താ? സ്പെസിഫൈസ് ലിങ്ക് സ്പേസ് ഫോർ ക്ലാസ് 1 ആൻഡ് ക്ലാസ് 4 ഡാറ്റ ട്രാൻസ്മിഷൻ. ഓക്കെ, ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്തേ. ഹലോ. ഓക്കെ, സോ RCTL കഴിഞ്ഞു, CSCTL കഴിഞ്ഞു. RCTL എന്തായിരുന്നു? ലിങ്ക് മീൻസ് നമ്മുടെ ഫ്രെയിം ലിങ്ക് ഫ്രെയിം ആണോ ഡാറ്റ ഫ്രെയിം ആണോ എന്ന് പറയുന്നത്. CSCTL ക്ലാസ് 1 ക്ലാസ് 4 അതിൻ്റെ സ്പീഡ് ലിങ്ക് സ്പീഡ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്പ്. Okay, this field describes the upper layer protocol to be carried on the frame if it is a data frame. Data frame ആണെങ്കിൽ നമ്മുടെ upper layer protocol എന്നല്ല പറഞ്ഞു എന്തൊക്കെ upper layer protocol ഉണ്ടോ നമുക്ക് എന്നുള്ളത്. SCSI, HIPPI, ESCON, ATM, IP. ഓക്കെ, സോ ടൈപ്പ് എന്ന് പറയുന്ന സമയത്ത് it describes the upper layer protocol to be carried on the frame if it is a data frame. Data frame ആണെങ്കിൽ മാത്രം upper layer protocol ഏതാണ് describe ചെയ്യും. Okay, and if it is a link control frame, this field is used to signal an event such as fabric busy. Okay, fabric busy ആണെന്നുള്ളൊരു സിഗ്നൽ ആണ് കൊടുക്കുക. Okay, so ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇഫ് ദ ടൈപ്പ് ഈസ് 08 ആൻഡ് ദ ഫ്രെയിം ഈസ് എ ഡാറ്റ ഫ്രെയിം, ഇറ്റ് മീൻസ് ദാറ്റ് ദ SCSI വിൽ ബി ക്യാരിഡ് ഓൺ ആൻ FC. ഓക്കെ, SCSI ഈസ് ആൻ അപ്പർ ലെയർ പ്രോട്ടോകോൾ. ടൈപ്പ് 08 ആണെങ്കിൽ, അതുപോലെ തന്നെ ഡാറ്റ ഫ്രെയിം ആണെങ്കിൽ എന്താണ് ചെയ്യുന്നത്? SCSI പ്രോട്ടോകോൾ ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? ഹലോ, റെസ്പോണ്ട് ചെയ്യൂ. റെസ്പോണ്ട് ചെയ്തേ. മനസ്സിലായോ? ഹലോ, ആരുമില്ലേ ഇവിടെ? നിങ്ങൾക്ക് മനസ്സിലായോ ടൈപ്പ് എന്താ ചെയ്യുന്നതെന്ന്? ടൈപ്പ് എന്താ ചെയ്യുന്നത്? നമുക്ക് ഒരുപാട് അപ്പർ ലെയർ പ്രോട്ടോകോൾസ് ഉണ്ട് അല്ലേ? പ്രോട്ടോകോൾ സ്റ്റാക്ക് കാണുന്ന സമയത്ത്, FC പ്രോട്ടോകോൾ സ്റ്റാക്ക് കണ്ട സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. SCSI, HPPI, ESCON, ATM, IP, അങ്ങനെ ഡിഫറെൻറ്റ് അപ്പർ ലെയർ പ്രോട്ടോകോൾസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ടൈപ്പ് പറയുന്നത് എന്താണ്? നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ ഫ്രെയിം ആണെങ്കിൽ ഏത് അപ്പർ ലെയർ പ്രോട്ടോകോൾ ആയിരിക്കും എന്നുള്ളതാണ് ടൈപ്പ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഡാറ്റ ഫ്രെയിം ആണ് നമ്മൾ ചെയ്യുന്നത് ആൻഡ് ടൈപ്പിൻ്റെ വാല്യൂ 08 ആണെങ്കിൽ SCSI പ്രോട്ടോകോൾ ആയിരിക്കും നമ്മൾ ആ FC ചാനലിൽ എടുക്കുക. ഓക്കെ, ഇവിടെ മനസ്സിലായോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഹലോ, ഓക്കെ. അതല്ലെങ്കിൽ ലിങ്ക് ഫ്രെയിം ആണെങ്കിലോ, ഡാറ്റ ഫ്രെയിം ആണെങ്കിൽ മാത്രമേ ടൈപ്പ് ഏത് പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുള്ളൂ. ഓക്കെ, ലിങ്ക് ഫ്രെയിം ആണെങ്കിൽ എന്ത് ചെയ്യും? ഫാബ്രിക് ബിസി എന്നുള്ളൊരു സിഗ്നൽ ആയിരിക്കും കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് ടൈപ്പ്. ഓക്കെ, നെക്സ്റ്റ് ഡാറ്റ ഫീൽഡ് കൺട്രോൾ, ദെൻ ഫ്രെയിം കൺട്രോൾ. ഓക്കെ, ഡാറ്റ ഫീൽഡ് കൺട്രോൾ എന്ന് പറയുന്ന സമയത്ത് എന്തെങ്കിലും നമ്മുടെ ഹെഡറിന് പുറമെ വേറെ എന്തെങ്കിലും ഡാറ്റ പേലോഡിൽ ഡാറ്റയിൽ എന്തെങ്കിലും എക്സ്ട്രാ ഡാറ്റനെ കുറിച്ച് എന്തെങ്കിലും മെറ്റാ ഡാറ്റ അല്ലെങ്കിൽ ഓപ്ഷണൽ ഹെഡേഴ്സ് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ ഫീൽഡ് കൺട്രോൾ. ഓക്കെ, എ വൺ ബൈറ്റ് ഫീൽഡ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ എക്സിസ്റ്റൻസ് ഓഫ് any optional headers at the beginning of the data payload. Okay, it is a mechanism to extend header information into payload. Okay, then frame control. Frame control എന്ന് പറയുന്ന സമയത്ത്
3-byte field that contains control information related to frame content. Okay, control information related to frame content. Example തന്നിട്ടുണ്ട്. One of the bits in this field indicates whether this is the first sequence of the exchange. Okay. Hello. Okay ആണോ? FC frame okay ആണോ? ഓക്കെ, അപ്പം ഇതിൽ വന്നിട്ടുള്ള ഈ ഡെസ്റ്റിനേഷൻ ഐ ഡി, പോർട്ട് ഐ ഡി അല്ലേ, ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ പറയാത്ത ഈ ഡെസ്റ്റിനേഷൻ ഐ ഡി, പോർട്ട് ഐ ഡി എന്തിനായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടാവുക? സോറി, ഡെസ്റ്റിനേഷൻ ഐ ഡി, സോഴ്സ് ഐ ഡി എന്തിനായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടാവുക? സോഴ്സ് പോർട്ടും ഡെസ്റ്റിനേഷൻ പോർട്ടും. ഓക്കെ, സോ ഡെസ്റ്റിനേഷൻ ഐ ഡി പറയുമ്പോൾ ഡെസ്റ്റിനേഷൻ പോർട്ട്, സോഴ്സ് ഐ ഡി പറയുന്ന സമയത്ത് സോഴ്സ് പോർട്ടായിരിക്കും കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ സീക്വൻഷ്യൽ ഐ ഡി പറയുന്ന സമയത്ത് എന്തായിരിക്കും? ഒരു സ്പെസിഫിക് സീക്വൻസ് ആയിരിക്കും പറയാം. ഓക്കെ, അതുപോലെ തന്നെ OXID, എക്സ്ചേഞ്ച് സീക്വൻസ്, ആ ഒരു സ്പെസിഫിക് എക്സ്ചേഞ്ച് സീക്വൻസ് ആയിരിക്കും പറയുന്നുണ്ടാവുക. ഓക്കെ, ദെൻ CRC അറിയാവുന്നതല്ലേ, സൈക്കിൾ റിട്ടൻഡൻസി ചെക്ക്. എന്തിനു വേണ്ടിയിട്ടാണ്? എറർ ഡിറ്റക്ഷൻ. മീൻസ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത ഡാറ്റ റിസീവർ എൻഡിലും കറക്റ്റ് അത് തന്നെയാണോ കിട്ടിയത് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പം എങ്ങനെയായിരുന്നു നമ്മൾ ആ ഒരു ചെക്ക് സം കാൽക്കുലേറ്റ് ചെയ്യുന്ന? മീൻസ് സെൻഡർ ഈ ഒരു ഡാറ്റ കൊടുക്കുന്നതിന് മുന്നേ ഈ ഒരു CRC ചെക്ക് സം കാൽക്കുലേറ്റ് ചെയ്യും ബിഫോർ എൻകോഡിങ് അല്ലേ, ആൻഡ് ഇറ്റ് ഈസ് അഗൈൻ കാൽക്കുലേറ്റഡ് ബൈ ദ റിസീവർ ആഫ്റ്റർ ഡീകോഡിങ്. ഇതൊക്കെ FC1 ലെയറിലായിരിക്കും ചെയ്യുക. നമ്മൾ FC1 പ്രോട്ടോകോൾ സ്റ്റാക്കിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. FC1ലാണ് എൻകോഡ് ആൻഡ് ഡീകോഡ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഒരു ട്രാൻസ്മിറ്ററിൽ സെയിം ഈ FC1 ലെയറിൽ എന്ത് ചെയ്യും? ഈ CRC കാൽക്കുലേറ്റ് ചെയ്യും, എന്നിട്ട് അതിനെ എൻകോഡ് ചെയ്യും, ദെൻ FC0 ട്രാൻസ്മിറ്റ് ചെയ്യും അല്ലേ. ദെൻ റിസീവറിൽ എന്ത് ചെയ്യും? FC0 റിസീവ് ചെയ്യും. FC1 ലെയറിൽ ഈ ഒരു കണ്ടന്റ് ഡീകോഡ് ചെയ്യും, എന്നിട്ട് വീണ്ടും ചെക്ക് സം കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ. ഹലോ, അങ്ങനെയല്ലേ? ഡൗട്ട് ഉണ്ടോ? എടാ, ഡൗട്ട് ഉണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, അപ്പോൾ ഈ ഫ്രെയിം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഫൈബർ ചാനൽ പ്രോട്ടോകോൾ സ്റ്റാക്കും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം കറക്റ്റ് പഠിച്ചു വെക്കാം. ഓക്കെ, 5 പാർട്സ് ആണുള്ളത്. SOF 4 byte, frame header 24 byte, data field 0 to 2112 bytes, CRC 4 byte, EOF 4 bytes. അതിൽ ഫ്രെയിം ഹെഡർ പിന്നെയും RTCL, ഡെസ്റ്റിനേഷൻ ID, CSCTL, സോഴ്സ് ID, ടൈപ്പ് FCTL, സീക്വൻസ് ID, DFCTL, സീക്വൻസ് കൗണ്ട്, OXID, RXID, ഓഫ്സെറ്റ്. ഓക്കെ, സോ ഇതങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഒപ്പം നമ്മുടെ ഈ കൺട്രോൾ ഫീൽഡ്സും RCTL, CSCTL, ടൈപ്പ്, FCTL, DFCTL അത് പക്ക പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തതാണ് സോണിങ്. സോണിങ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അതിനു മുന്നേ?
കേട്ടണ്ട? ഹലോ, സോണിങ് എവിടെയെങ്കിലും കേട്ടുണ്ടോ? ഇല്ലേ? എവിടെ കേട്ടത്? സാനിനെ കുറിച്ച് പറയുന്ന സമയത്ത് യെസ്, ലോജിക്കൽ പാർട്ടീഷൻ ഓഫ് സാൻ. ഗുഡ് ഗുഡ്. ഓക്കെ, അപ്പം ഇനി സോണിങ്ങിനെ കുറിച്ച് പറയാണ്. ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു ലോജിക്കൽ പാർട്ടീഷൻ ഓഫ് സാൻ. സാൻ സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്കിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ആ ഒരു പാർട്ടീഷനിങ്ങിനെയാണ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, so zoning is an FC switch function that enables nodes within the fabric to be logically segmented into groups that can communicate with each other. Okay, when a device, host or storage array logs onto a fabric, it is registered with a name server. Okay, device, host or storage array ആണെങ്കിൽ it is registered with the name server. Okay, when a port logs onto the fabric, it goes through a device discovery process with other devices registered in the name server. Okay, പോർട്ട് ആണെങ്കിൽ പോർട്ടാണോ ഡിവൈസ് ആണോ ലോഗ് ചെയ്യുന്നത് അതിനനുസരിച്ച് മാറ്റങ്ങളുണ്ട്. ഡിവൈസ് ആണെങ്കിൽ ഹോസ്റ്റ് ഓർ സ്റ്റോറേജ് അറേ ആണെങ്കിൽ ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് വിത്ത് ദ നെയിം സെർവർ. പോർട്ട് ആണെങ്കിൽ device discovery process with other devices registered in the name server. Okay, അപ്പം ഇവിടെ the zoning function controls this process by allowing only the members in the same zone to establish these link level services. Okay, സോ ഇവിടെ കാണിച്ചിട്ടുണ്ട് സാൻ ആണ് ഇവിടെ സെർവേഴ്സ്, സ്റ്റോറേജ് അറേ, നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, എഫ് സി സാൻ. ഓക്കെ, അപ്പോൾ ആ എഫ് സി സാന് മൂന്നായിട്ട് ലോജിക്കൽ പാർട്ടീഷനിങ് ചെയ്തിട്ടുണ്ട്, 3 സോൺ. ഓക്കെ, സോണിനെ കുറിച്ച് പറയാണ്. മൾട്ടിപ്പിൾ സോൺ സെറ്റ്സ് മേ ബി ഡിഫൈൻഡ് ഇൻ എ ഫാബ്രിക്, but only one zone set can be active at a time. A zone set is a set of zones and a zone is a set of members. Okay, അത് ഇത് കാണുമ്പോൾ മനസ്സിലാവും. സോൺ സെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് സോൺസ്. ഓക്കെ, ആൻഡ് സോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് മെമ്പേഴ്സ്. ഓക്കെ, എ മെമ്പർ മേ ബി ഇൻ മൾട്ടിപ്പിൾ സോൺ. ഓക്കെ, ഈ ഒരു മെമ്പർ ഈ ഒരു 2 സോണിലുണ്ട്, ഈ ഒരു മെമ്പർ ഈ ഒരു 2 സോണിൽ, ഈ ഒരു മെമ്പർ ഈ ഒരു ഡിഫറെൻറ്റ് 2 സോൺസിൽ. ഓക്കെ, then members are nodes within the SAN that can be included in a zone. ഓക്കെ, നോട്ട്സ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? ഹോസ്റ്റ് ആവാം, സ്റ്റോറേജ് അറേ ആവാം, ടൈപ്പ് ലൈബ്രറി ആവാം. ഓക്കെ, സോ മെമ്പേഴ്സ് ആർ നോട്ട്സ് വിത്തിൻ ദ SAN that can be included in a zone. Only one zone set per fabric can be active at a time. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, one zone set can be active at a time. Okay, zone sets are also referred to as zone configuration. Okay, ഇതുവരെ കുഴപ്പമില്ലല്ലോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, അപ്പോൾ സോണിങ് ചോദിച്ചിട്ടുണ്ട്, സിമ്പിളാണ്. ഓക്കെ, ഇതിൻ്റെ ഇനിയൊരു പാർട്ടീഷനിങ് കൂടിയുണ്ട്. മീൻസ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സോണിങ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു 3 types: പോർട്ട് സോണിങ്, WWN സോണിങ്, മിക്സഡ് സോണിങ്. ഓക്കെ, ഇപ്പോൾ പോർട്ട് സോണിങ് എന്ന് പറയുന്ന സമയത്ത് ഡൈനാമിക്കലാണ്. ഓക്കെ, ഇറ്റ് യൂസസ് ദ FC അഡ്രസ്സസ് ഓഫ് ദ ഫിസിക്കൽ പോർട്ട്സ് ടു ഡിഫൈൻ സോൺസ്. ഓക്കെ, FC addresses of the physical ports to define zone, and here access to data is determined by the physical switch port to which a node is connected. And here FC address is dynamically assigned when the port logs onto the fabric. Therefore, any change in the fabric configuration affect zoning. ഓക്കെ, പോർട്ട് സോണിംഗ് എന്ന് പറയുന്ന സമയത്ത് ആ ഒരു സ്വിച്ച് പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. സ്വിച്ച് പോർട്ട് ലോഗ് ചെയ്യുന്ന സമയത്ത് ഡൈനാമിക്കലാണ് നമ്മളിവിടെ അഡ്രസ്സ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം എന്തെങ്കിലും ചേഞ്ച് വരുന്ന സമയത്ത് ഈ ഒരു സോണിങ്ങിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ,
അപ്പം WWN സോണിങ് എന്താ? WWN നേരത്തെ നമ്മൾ കണ്ടു, വേൾഡ് വൈഡ് നെയിം, ഡൈനാമിക് അല്ല, സ്റ്റാറ്റിക് ആണ് അല്ലേ? അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഇറ്റ് ഡസൻറ്റ് അഫക്റ്റ് zoning. Okay, so WWN zoning, it uses worldwide names to define zones. WWN zoning is also referred to as soft zoning. A major advantage of WWN zoning is its flexibility. It allows sand to be recoupled without reconfiguring the zone information. This is possible because the WWN is static to the node port. Okay, then mixed zoning. It combines the qualities of both WWN zoning and port zoning. Using mixed zoning enables a specific port to be tied to the WWN of the node, of a node. Okay, കുഴപ്പമുണ്ടോ? Zoning, logical partitioning of SAN. Zone set എന്ന് പറയുന്നത് it's a set of zones, and zone is a set of members, and members are nodes within the SAN that can be included in a zone. A member may be in multiple zones. Zones are also known as zone configuration. അപ്പോൾ ഈ ഒരു ഡയഗ്രാമും കൂടി കാണിക്കണം. ഓക്കെ, പാർട്ടീഷനിങ് ചെയ്ത് കാണിച്ചേക്കുന്നതാണ്. ആ ഒരു ഡയഗ്രാം കൂടി കാണിക്കുക. ദെൻ 3 types of zone: port zoning, WWN zoning, mixed zoning. Port zoning സോണിങ്ങിനെ അഫക്റ്റ് ചെയ്യും, ഡൈനാമിക് ആയിട്ടാണ് വരുന്നത്, അഡ്രസ്സ് ഡൈനാമിക് ആയിട്ടാണ് അസൈൻ ചെയ്യുന്നത്. whenever that port is locks onto the fabric. ഓക്കെ, സ്വിച്ച് പോർട്ടിനെയാണ് നമ്മൾ access to data is determined by the physical switch port to which a node is connected. WWN zoning ആവുന്ന സമയത്ത് we use worldwide name to define zones. It's also known as soft zoning. Okay. ഓക്കെ, ഇത് കുഴപ്പമുണ്ടോ? മനസ്സിലായില്ലേ? ഹലോ, റെസ്പോണ്ട് ചെയ്തേ. മനസ്സിലായോ? എടാ മനസ്സിലായോ? റെസ്പോണ്ട് ചെയ്യൂ. ഹലോ, മനസ്സിലായില്ല? ഒന്നുകൂടി പറയണോ? പിള്ളേരെ എന്തെങ്കിലും ഒന്നും റെസ്പോണ്ട് ചെയ്യുമോ? ഓക്കെ ആണ്. അഭിലാഷ്, അശ്വിൻ, ആയി. ബാക്കിയുള്ളവർക്കോ? ഓക്കെ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് FC ടോപ്പോളജി. ഓക്കെ, അപ്പോൾ നമ്മൾ FC SW പറയുന്ന സമയത്ത് ടയറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടയർ പിന്നീട് FC ടോപ്പോളജിയിൽ കാണും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം FC ടോപ്പോളജിയിൽ FC ടോപ്പോളജിയിൽ 2 ടോപ്പോളജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. FC SAN ടോപ്പോളജീസ്. ഓക്കെ, കോറേജ് ഫാബ്രിക് ടോപ്പോളജി ആൻഡ് മെഷ് ടോപ്പോളജി. ഓക്കെ, ഈ കോറേജ് ഫാബ്രിക് ടോപ്പോളജിയിലാണ് നമ്മൾ FCSWയുടെ ടയർ കാണുക. ഓക്കെ, ഞാൻ മുന്നേ അറ്റൻഡൻസ് ഒന്ന് എടുക്കട്ടെ. ഓക്കെ, അഭിലാഷ്, അഭിനവ്, അൻസബ്, Ansab absent. Anushri, okay. Arjun, Ashwin,
അതുൽ ദിനേശ്, ഓക്കെ. അതുൽ സത്യപാൽ, ഓക്കെ. ഫബിന, ഫജ, ഫജ, ഫജർ ആബ്സെന്റ്. ജാസിം, ജാസിം, ഓക്കെ. മിഥിലാജ്, മൃദുല, ജാസിൽ, ജാസിൽ, ജാസിൽ ആബ്സെന്റ്. ശരത്, ശരത്, ശരത് ആബ്സെന്റ്. സർഗ, ഷപ്ന, ഷപ്ന. സൗരഭ്, ശ്രീരാജ്, സുബിൻ, സുബിൻ, സുബിൻ ആബ്സെന്റ്. അമൃത, അശ്വതി, ദിദിന, ദിദിന. ഹരിത, ഹരിത. അമൽ, ഓക്കെ. അൻസബ്, ഫജർ, ജാസിൽ, ശരത്, സുബിൻ, ഹരിത. ഒരാരെങ്കിലും ഉണ്ടോ? അൻസ, ഫജർ ആബ്സെന്റ് ആണോ? ഫജർ, ജാസിൽ, ശരത്. ഒന്നും കേൾക്കുന്നില്ല അമൃത. ഹരിത ഉണ്ടോ? ഓക്കെ. എനിക്കൊന്നും കേൾക്കുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ. ഫജർ, ജാസിൽ, ശരത്, സുബിൻ ആബ്സെൻറ്റീസ്. ഓക്കെ. അപ്പം നിങ്ങൾ